रातें ये मौसम नदी का किनारा ये चंचल हवा. ഈ പാട്ടാണ് നോർത്ത് ഇന്ത്യൻസ് കുറെ പേര് എന്റെ പാട്ടിന്റെ വോയിസ് എടുത്തിട്ട് ലിപ്സിങ് ചെയ്തിട്ട് അതിന്റെ ഫുൾ ക്രെഡിറ്റ് അവരെടുത്തിട്ടുണ്ട്. കമന്റ്സ് ഫുള്ള് വരുന്നത് എന്റെ ഫേക്ക് വോയിസ് ആണെന്നാ പറയുന്നത്. കഹാ ദോ ദിലോനെ കെ മിൽകർ കഭി ഹം ന ഹോംഗെ ജുദാ. നേഹ മാം പറയുമായിരുന്നു നീയോ കൊണ്ട് സ്ക്രീം ഫോർ യു എന്നൊക്കെ പറയായിരുന്നു. അപ്പൊ ഞാൻ പാട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാരും കൂടെ സീറ്റിന്റെ മുകളിൽ കയറി ഇരിക്കണോ, സീറ്റിന്റെ മുകളിൽ കയറി തുള്ളണോ. ഞാൻ വിചാരിക്കരുത് ഇതാ വണ്ടല്ലേ സിരകണമിരുന്നാൽ കൂന്തലെങ്ക സൂര്യ നിലവായാണത് അങ്ക എൻ മനമിன்று പോണത് എങ്ക മന്മദനെ ഉഞ്ചത് എങ്ക. ലാലേട്ടൻ്റെ വീട്ടിൽ പോയി അമ്മയ്ക്ക് കുറേ പാട്ട് പാടിക്കൊടുത്തിട്ടുണ്ട്. അപ്പൊ മിയാ മിയാ ഇനിയും പാടെന്ന് പറയുമായിരുന്നു. മമ്മൂക്കനെ ഒരു ഷൂട്ട് ലൊക്കേഷനിൽ വെച്ചാണ് കണ്ടത്. അന്തപുരത്തിൻ മകറാണി ഓ അന്തപുരത്തിൻ മകറാണി. ഞങ്ങൾ എപ്പോഴും എന്നായിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. ഭയങ്കര ഞാൻ എം ജി സാറിന് പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. എം ജി ഞങ്ങളായിട്ട് എന്തെങ്കിലും ഫണ്ണി ഒരു ഓർക്കസ്ട്ര ചോദിച്ചേ. You want that orchestra to play with you? അത് മലയാളത്തിൽ പറ. ആരാ വായിക്കുന്നത്? ഓർക്കസ്ട്ര. Okay. അപ്പങ്ങളും പടും ഒറ്റയ്ക്ക് ചട്ടമായി വായിച്ചോട്ടത് മണിക്കായി. ഞാൻ പഠിച്ച മൊത്തം ഇഷ്ടപ്പെട്ടുള്ള പാട്ടാണ്. മിയക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് മിയ പഠിക്കുന്നത്. ചേച്ചി എന്താണ് പറയണത്? സത്യം എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എന്തോ ഒന്ന് പോയിരിക്കും. അപ്പം ഞാൻ പറയണത് എന്താണെന്ന് അറിയില്ല. മിയ ഞാൻ ചോദിക്കണ മിയക്ക് മനസ്സിലാവണില്ല. അതാണത്. ചേച്ചി പറയണ എനിക്ക് മനസ്സിലായില്ല, ഞാൻ എന്തോ പറയണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ അത്രേ ഉള്ളു. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ കൊച്ചി. ഹായ് ഹലോ, ദിസ് ഇസ് അലോഖ. വെൽക്കം ടു അവർ ഷോ ഒരു കുട്ടി കഥ ചൊല്ലട്ടുമ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പാട്ടുകൊണ്ടും വർത്തമാനം കൊണ്ടും മാത്രമല്ല ജനനം കൊണ്ടും സ്പെഷ്യലായി മാറിയ ഒരു മിറാക്കിൾ ചൈൽഡാണ്. സോ വെൽക്കം മിയ മെഹക്, ഞങ്ങളുടെ മലയാളികളുടെ മിയക്കുട്ടി. ഹായ്. ഹായ്. എന്താണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് മിയക്കുട്ടീനെ പറ്റി? നാളൊരു ഷോ ഉണ്ട്, മറ്റന്നാളൊരു ഷോ ഉണ്ട്, കൊറേ ഷോ ഉണ്ട്. എനിക്ക് വയ്യ, ഭയങ്കര ബിസിയാണ്. ഞാൻ ഇപ്പൊ പോയിട്ട് വന്നേ ഉള്ളു. സൗദി അറേബ്യയില് പോയിട്ട് വന്നേ ഉള്ളു. സൗദി അറേബ്യയിൽ ആരുടെ കൂടെ ആയിരുന്നു ഷോ? അതോ രഞ്ജന ചേച്ചിന്റെയും പിന്നെ രമ്യ ചേച്ചിന്റെയും കുറെ പേരൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് ഏത് പാട്ടാ സിനിമ പാടിയത്? ഈ ഇടക്ക് പല്ലൊട്ടിയിലെ ദോഷപ്പാട്ടാണ് ഞാൻ പാട്ട് പാടിക്കോ. മനസ്സാകെ ചുടേറുന്നേ കൊതിയാണേ നാവൂറുന്നേ, സ്നേഹം പോലെ കല്ലേലിങ്ങനെ മോഹം പൊങ്ങുന്നേ, കാലത്തിത്തിരി പച്ചരി കുത്തരി പുഞ്ചിരി കൂട്ടുന്നേ, ഏ കാണാൻ എന്ന ചെലട മിണ്ടാതെങ്ങനെ തിന്നട ഊതാതെങ്ങനെ ചുടട. ഈ സൂപ്പർ സ്റ്റാർ സിംഗറിൽ പോയപ്പം കുറച്ച് ദിവസം ഇൻസ്റ്റാഗ്രാമൊക്കെ കീഴടക്കിയത് മിയ ആയിരുന്നു. അപ്പം അവിടുത്തെ നേഹ മാം പറയുമായിരുന്നു നീയോ കൊണ്ട് സ്ക്രീം ഫോർ യു എന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. അപ്പൊ അവിടെയൊക്കെ പോയിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? അവിടെയൊക്കെ പോയപ്പോ ആദ്യമൊന്നും എനിക്ക് ഹിന്ദി ഒന്നും അറിയില്ലായിരുന്നു. ഇവരെന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഇംഗ്ലീഷ് ആണോ അതോ ഹിന്ദിയാണോ ഒന്നും അറിഞ്ഞൂടാ. ആദ്യം ആ സ്റ്റേജിൽ പോയി ഞാൻ നിന്നപ്പോഴത്തേക്കും ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പാട്ട് തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാരും കൂടെ സീറ്റിന്റെ മുകളിൽ കയറി ഇരിക്കണോ, സീറ്റിന്റെ മുകളിൽ കയറി തുള്ളണോ എന്നൊക്കെയായിരുന്നു സംഭവിച്ചത്. ഞാൻ വിചാരിക്കരുത് ഇതാ വണ്ടല്ലേ ഞാൻ വിചാരിച്ചത്. ക്രിസ്മസിൽ പാടാൻ പറ്റിയ ഇഷ്ടമുള്ള പാട്ട് ഏതാ? എനിക്ക് യഹൂദിയായിലെ പാട്ട്. അത് ഞങ്ങൾക്ക് വേണ്ടി യഹൂദിയായിലെ പാട്ട്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടു തന്നു
ഗുഡ് ഗുഡ് ഗുഡ്. ഇനി നമുക്ക് ടോപ്പ് ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര റീച്ച് ആയ സോങ്സ് ഒക്കെ ഇല്ലേ, അതിലൊരു സോങ് ഞങ്ങൾക്ക് പാടിത്തരുമോ? കൂന്തല ഇങ്ങ സൂര്യ നിലവായാണത് അங்கே என் மனம் இன்று போனது எங்கே மன்மதனே உஞ்சது எங்கே கண்ணது தொட்டால் சந்தனம் கொட்டும் வெண்கதிர் தொட்டால் குங்குமம் கொட்டும் புன்னகை பட்டால் மல்லிகை முட்டும் பார்த்தால் பரவும் மூச்சு முட்டும் காலடியோ சேகம் மனு கேட்டது அம்மா பிக்காசோவின் ஓவியம் ஒன்று பீத்தோவானின் சிம்பனி ஒன்று பெண்ணாய் மாறியதோ அந்த புறத்தின் மகராணி ஓ அந்த புறத்தின் மகராணி அழகிய லேலா டுடு டுடு டு அவளை வளது சேலா டுடு டுடு டு சந்தன வேலா டுடு டுடு டு இவள் மன்மத புயலா டுடு டுடு டு அழகா பூவின் மாநாடா ஓ ஓ அழகுக்கு இவள் தான் தானாடா. ഓ വാ വാ വാ, അടിപൊളി. ഭയങ്കര ഇഷ്ടമായി മിയക്കുട്ടിയുടെ ആ പാട്ട്. ഈ ഇടയ്ക്ക് ലേറ്റസ്റ്റ് ആയിട്ട് റീച്ചായ ഒരു ഇൻസ്റ്റഗ്രാമിലൊരു പാട്ടില്ലേ, അത് കുറെ പേര് എനിക്കൊന്ന് ലിപ്സിങ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം അത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടുക. ये रातें ये मौसम नदी का किनारा ये चंचल हवा ये रातें ये मौसम नदी का किनारा ये चंचल हवा कहाँ दो दिलों ने कि मिलकर कभी हम न होंगे जुदा ये रातें ये मौसम नदी का किनारा ये चंचल हवा. ഈ പാട്ടാണ് കുറേ എന്നുവെച്ചാൽ നോർത്ത് ഇന്ത്യൻസ് കുറേ പേര് എൻ്റെ പാട്ടിൻ്റെ വോയിസ് എടുത്തിട്ട് ലിപ്സിങ് ചെയ്തിട്ട് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അവരെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർ ബാക്കിൽ കമൻസ് ഫുള്ള് വരുന്നത് ഇങ്ങനെ ഞാനല്ല പാടിയേക്കണത്, ഞാനല്ല എന്നുവെച്ചാൽ ഇത് ഫേക്ക് എന്നുവെച്ചാൽ എൻ്റെ ഫേക്ക് വോയിസ് ആണെന്നാണ് പറയുന്നത്. ഓ, അപ്പൊ പാടിയതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാരും അറിയട്ടെ. മിയക്കൊരു ഇഷ്ടമുള്ള പാട്ട് മിയ എന്നെ പാടിക്കും. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കൊളുത്തുള്ളൊരാ ചെലക്കും വെറ്റില ചെല്ലത്തിലോ ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റില ഇട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറി ചൂടിൽ ഉറങ്ങ ഉറങ്ങ പൊന്നേ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ഓ ഓക്കെ, നമ്മുടെ മോഹൻലാൽ സാറിനോടൊക്കെ പോയി പാടിക്കൊടുത്തെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ പോയപ്പം എന്താ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്, അവിടുത്തെ എക്സ്പീരിയൻസ് എന്താന്ന് പറയാൻ പറ്റുമോ? ഞാൻ ലാലേട്ടനെ ആദ്യം കണ്ടത് ഫ്ലവേഴ്സിൽ വെച്ചാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഞാൻ ലാലേട്ടൻ്റെ വീട്ടിൽ പോയി അമ്മയ്ക്ക് കുറേ പാട്ട് പാടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിയ മിയ ഇനിയും പാടെന്ന് പറയുമായിരുന്നു. അപ്പോൾ അവരൊക്കെ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാലേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് പാട്ട് പാടി കൊടുത്തതിന് ശേഷം? ലാലേട്ടൻ ഞാൻ ഒരു വട്ടം കണ്ടിട്ടുണ്ട്. പിന്നെ ലാലേട്ടന് വീട്ടിൽ വെച്ചൊരു വട്ടം കണ്ടിട്ടുണ്ട്. പിന്നെ സുചിത്ര ആൻറ്റിക്ക് ഉമ്മച്ചി ഡ്രസ്സ് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഫാഷൻ ഡിസൈൻ. മമ്മൂക്കയെ കണ്ടത് എവിടെ വെച്ചായിരുന്നു? മമ്മൂക്കനെ ഒരു ഷൂട്ട് എന്നുവെച്ചാൽ ഞാൻ ഷൂട്ട് ലൊക്കേഷനിൽ വെച്ചാണ് കണ്ടത്. സ്റ്റാർ മാജിക്കില് പോയപ്പം മിയ പാട്ട് പാടിയില്ലേ, അപ്പൊ ഞാൻ അവിടെ നിന്ന് കണ്ടായിരുന്നു ഈ പാട്ടിന്റെ ഇടയ്ക്ക് മിയയുടെ ഉപ്പ ഇങ്ങനെ എൻകറേജ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അത് ശരിക്കും ഞാൻ ഇടക്കിടക്ക് മൈക്ക് ഇങ്ങനെ താത്തും.
അപ്പൊ അപ്പോഴാണ് അവരിങ്ങനെ വിളിച്ചിട്ട് മൈക്ക് മുകളിലാക്ക് ശബ്ദം കേൾക്കുന്നില്ലെന്ന്. ഞാൻ നോക്കാറില്ല, എന്താ വെച്ചാൽ എനിക്ക് വഴക്ക് വേറെ ഞാൻ വേറെ എന്തൊക്കെ പാടും. ഉപ്പ വഴക്ക് പറയാറുണ്ട് ഇങ്ങനെ പാട്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പ്രാക്ടീസ് സമയത്തൊക്കെ? അതിപ്പോ സ്വാഭാവികം. ഇല്ല, ഞാൻ വാപ്പാനായിട്ട് പാട്ട് പഠിക്കുമ്പോ നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു തല്ലു പിടിച്ചിട്ട് പാട്ട് പഠിക്കുള്ളൂ. ഓരോ സാധനങ്ങൾ തെറ്റുമ്പോ അത് അങ്ങനെ തല്ലു പിടിക്കണം. ഞാൻ പറയും പാപ്പ അത് ഇങ്ങനെയാണ്, പാപ്പ പറയും ഇത് ഇങ്ങനെയാണ്, ഇതാണ് കറക്റ്റ് എന്ന് പറയുമ്പോ അങ്ങനെ തല്ലു പിടിക്കണേ. MG ശ്രീകുമാർ അങ്കിൾ, നിങ്ങൾ ഭയങ്കര ബോണ്ടല്ലേ രണ്ടുപേരും? ഭയങ്കര ഞങ്ങൾ എപ്പോഴും എന്നായിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. ഈ MG അങ്കിളായിട്ട് ഈ അടുത്ത് എന്തെങ്കിലും ഷോ ഒക്കെ പോയിട്ടുണ്ടോ? MG സാറിന്റെ കൂടെ ഞാൻ ഷോ ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് പോയി എവിടെയും പോയിട്ടുണ്ടോ? ഈ അടുത്തിപ്പോ ഫ്ലവേഴ്സിലായിരുന്നു. അത് നേരത്തെ ഷോ ആയിരുന്നു, സ്റ്റേജ് പ്രോഗ്രാം ആയിരുന്നു. MG അങ്കിളായിട്ട് എന്തെങ്കിലും ഫണ്ണി മൊമെന്റ് എല്ലാം അറിയോ? ഒരു ഓർക്കസ്ട്ര ചോദിച്ച് ഞാൻ പറഞ്ഞ ഒരു ദിവസം ഞാനിങ്ങനെ ഇംഗ്ലീഷ് കരുതിന്റെ പോലെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. You want that orchestra to play with you? അത് മലയാളത്തിൽ ആരാ വായിക്കുന്നത്? അപ്പോഴത്തേക്കും ഇങ്ങനെ MG സാറ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ഓർക്കസ്ട്ര പ്ലേ ചെയ്യണമെന്ന് ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കത് മനസ്സിലായില്ല. അക്കമ്പനിന്ന് ചോദിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ മീനൂട്ടിൻ്റെ അടുത്ത് ചോദിച്ചു ഇതെന്താ പറയണത് MG അങ്കിൾ, എനിക്ക് മനസ്സിലാവണം. അപ്പം ഒന്നും മലയാളത്തിൽ പറയാൻ പറഞ്ഞ് മീനൂട്ടി പറഞ്ഞ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഓർക്കസ്ട്ര പ്ലേ ചെയ്യണം. ഞാൻ പറഞ്ഞു പിന്നെ ഓർക്കസ്ട്ര പ്ലേ ചെയ്യാതെ പിന്നെ ഞാനിങ്ങനെ പാടുന്നത്. അങ്ങനെ അതൊരു ഫണ്ണി മാമണ്ടായിരുന്നു. കുറേ ഉണ്ട് MG സാറിനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ MG സാറിന് പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. വൈകിയ ബാബുക്കുട്ടനൊക്കെ ഇപ്പൊ വിളിക്കാറുണ്ടോ? വിളിക്കാറൊന്നുമില്ല. പിന്നെ അന്ന് ഭയങ്കര കുറവാണ്. പിന്നെ അവൻ ഭയങ്കര കൂട്ടായിരുന്നു. അവിടെ നമ്മുടെ സൂപ്പർ സ്റ്റാർ സിംഗറിൽ എങ്ങനെയായിരുന്നു? നമ്മള് ഭയങ്കര കൂട്ടാണ്. പിന്നെ അങ്ങനെയല്ല, നമ്മള് എല്ലാപ്പോഴും കളിക്കും. എന്ത് കളിക്കണമെങ്കിൽ എല്ലാരും വന്നിട്ടാണ് നമ്മൾ കളിക്കാറ്. മിയയുടെ ഡ്രീം എന്താണ്? എനിക്കൊരു ഡോക്ടർ ആവണമെന്നാണ് ഇപ്പോഴത്തെ ആഗ്രഹം. ഒരു ഡോക്ടർ, വലിയ സിംഗറും ആണോ ഒരു ഡോക്ടറും ആണോ? ഓക്കെ, അത് അടിപൊളിയാണ്. ഇപ്പൊ നമുക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടി, ആക്ടറിന്റെ മകളായിട്ട് അഭിനയിക്കാൻ ചാൻസ് കിട്ടി. അപ്പൊ ആരുടെ മകളായിട്ട് അഭിനയിക്കാനാണ് ഇഷ്ടം? ദുൽഖർ സൽമാന്റെ മകളായിട്ട്. ദുൽഖർ സൽമാൻ. അപ്പൊ മിയക്ക് ഇഷ്ടംപോലെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ ഫാൻസിന്റെ? ഗിഫ്റ്റ് കിട്ടില്ല. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ്, മറക്കാനാവാത്ത എന്തെങ്കിലും ഗിഫ്റ്റോ ഫാൻസോ ഉണ്ടോ? എന്റെ എല്ലാ ഫാൻസും തരുന്ന ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ അടുത്തൊരു ബനാന കിട്ടിയിരുന്നു, സൗദി അറേബ്യയിൽന്ന്. പിന്നെ എനിക്ക് ഇവിടെ ബർത്ത്ഡേ ആയിരുന്നപ്പോഴത്തേക്കും ഒരു സംസാരിക്കുന്ന ഒരു സംഭവം, ഒരു കാക്ടസ് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫാൻസിന്റെ ഒരു മൊമെന്റോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ? അപ്പൊ സെൽഫി എടുക്കാനൊക്കെ ഇഷ്ടം പോലെ പേര് വരുമോ? ഫാമിലിയിൽ ആരെങ്കിലും പാട്ട് പാടണുണ്ടോ? ദീദിയാണ് ആദ്യം പാടാൻ തുടങ്ങിയത്, ഞാനാണ് അത് കഴിഞ്ഞിട്ട് തുടങ്ങിയത്. ഓക്കെ. അപ്പൊ അവൾ കൊറേയില് BTSനൊക്കെ ഇഷ്ടമാണോ? BTS അറിയോ? ഞാൻ കണ്ടിട്ട് എനിക്ക് കാണാൻ പറ്റിയ സമയമില്ല. ഇപ്പം ഈ അടിപൊളി ഡ്രസ്സുകളാണ്, നല്ല സൂപ്പറായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത്. മമ്മി ഫാഷൻ ഡിസൈനറാണ്, ഇത് മമ്മി ചെയ്തതല്ല. കുഴപ്പമില്ല. ബാക്കി ഞാൻ സ്റ്റേജിലിട്ട എല്ലാ ഡ്രസ്സും ഉമ്മ ചെയ്തതാ. മിയയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പാട്ട് ഏതാ? എനിക്ക് കുറവ് ഇഷ്ടപ്പെട്ട എന്നുവെച്ചാൽ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടുള്ള ഞാൻ പഠിച്ച മൊത്തം ഇഷ്ടപ്പെട്ടുള്ള പാട്ട്. മിയക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് മിയ പഠിക്കുന്നത്. ചേച്ചി എന്താണ് പറയണത്? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എന്തോ ഒന്ന് പോയിരിക്കും. അപ്പം നമ്മളിപ്പം ഞാൻ പറയണത് എന്താണെന്ന് അറിയില്ല, ഞാൻ ചോദിക്കണ മിയക്ക് മനസ്സിലാവണില്ല, അതാണത്. ചേച്ചി പറയണ എനിക്ക് മനസ്സിലായില്ല, ഞാൻ എന്തോ പറയണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ അത്രേ ഉള്ളു. അപ്പങ്ങളെമ്പാട് സ്റ്റേജിൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലേല മെലയിലെയും എനിക്ക് സ്റ്റേജ് പ്രോഗ്രാമിന് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ മെലഡിയാണ്. സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് എല്ലാവരെയും ഇങ്ങനെ നമുക്ക് അവരെല്ലാരും തുള്ളണ്ടേ, അത് കാരണം
ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനത്തെ പാട്ടേ പാടാറുള്ളൂ. ആ ഓക്കെ. അപ്പൊ എനിക്ക് സ്റ്റേജ് പ്രോഗ്രാമിനല്ല എല്ലാപ്പോഴും എനിക്ക് ഇഷ്ടം അത് തന്നെയാ. എന്നാ അതൊന്ന് ഞങ്ങക്ക് വേണ്ടി പാടിത്തരോ? അപ്പങ്ങളും പടും ഒറ്റയ്ക്ക് ചട്ടമായി ചോട്ടത് മണിക്കായ്. അപ്പങ്ങളും പടും ഒറ്റയ്ക്ക് ചട്ടമായി ചോട്ടത് മണിക്കായ്. അമ്മായി കൊച്ചമ്മായി വരുമാന്റെ പൊന്നമ്മായി കച്ചവടം പൊട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി വരുമാന്റെ പൊന്നമ്മായി കച്ചവടം പൊട്ടിയപ്പോ വട്ടായി പോയി. അപ്പങ്ങളും പടും ഒറ്റയ്ക്ക് ചട്ടമായി ചോട്ടത് മണിക്കായ്. വെറുതെ അല്ല, അത് ഫേവറേറ്റ് സോങ് ആന്ന് പറഞ്ഞാൽ നമുക്കും കൂടെ തുള്ളാൻ തോന്നും ആ പാട്ട്. സ്റ്റേജിൽ പാടുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. മിയക്ക് ഇപ്പൊ ഒരു സൂപ്പർ ഹീറോ ആവണം, മനസ്സിലായി? ആവണം. അപ്പൊ സൂപ്പർ ഹീറോ ആവുമ്പോ സൂപ്പർ ഹീറോന് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കാണില്ലേ? അത് കാരണം നമുക്കറിയാം. അപ്പൊ മിയക്ക് അങ്ങനെ ഒരു സൂപ്പർ പവർ കിട്ടുവാണെങ്കിൽ മിയ ഏത് സൂപ്പർ പവർ തിരഞ്ഞെടുക്കും? ഞാൻ ഇവരെ ആരെയാ കണ്ടിട്ടില്ല ശരിക്കും. സ്പൈഡർമാൻ ഇങ്ങനെ വല എഴുതുന്നതൊക്കെ എനിക്ക് കണ്ടിട്ടുണ്ട്. സ്പൈഡർമാൻ ആക്കാം നമുക്ക് മിയനെ. എനിക്ക് പാടുന്ന ഒരു സൂപ്പർ പവർ ഉണ്ട്, അത് മതി. അത് മതി നമുക്കത് മതി. അപ്പൊ ഇനി അടുത്ത് നമ്മളൊരു ഗെയിമാണ് കളിക്കാൻ പോണേ. ഗസ് ദ ഫ്രൂട്ട്. ഞാൻ ഒരു ഇമോജി കാണിക്കും, ആ ഇമോജി കണ്ടിട്ട് അത് ഏത് ഫ്രൂട്ടാണെന്ന് പറയണം. ഓക്കെ, സെറ്റല്ലേ? മാംഗോ. ഓ മൈ ഗാഡ്, പൊളി. അടുത്ത നമുക്ക് കാണിക്കാം. ശരി, ബ്ലൂബെറി. ഞാനിത് ഇച്ചിരി ടഫാന്ന് പറയണതിന് മുമ്പേ പറഞ്ഞു. ബീൻസ് ഇയറോ? ബീനല്ലേ അത്? അല്ല. എന്ത് സംഭവം എന്ന് പറഞ്ഞുതരാമോ? പി. പൈനാപ്പിൾ. പൈനാപ്പിൾ ആപ്പിൾ. അയ്യോ സോറി, ഇത് പിയ. പിയർ. കറക്റ്റാ, പിയർ. ഓക്കെ. ലോക്കും വിയോ? അല്ല, താക്കോലിനെന്ന് പറയണ എന്തായിരുന്നു? താക്കോൽ കിവി. കറക്റ്റ്, കിവി. ഓക്കെ. ഇത് ഇച്ചിരി ടഫാ. ചെറി. ഓ, ഇതെല്ലാം ഞാൻ ടഫാന്ന് പറയണ എല്ലാം. ഓറഞ്ച്. കറക്റ്റ്. ഓക്കെ. ട്രീ ആപ്പിൾ. ഇതെന്ത് ട്രീയാ? ക്രിസ്മസ് ട്രീ. അല്ല. എന്താ ട്രീ ആന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആപ്പിൾ വരുന്ന ഒരു ഫ്രൂട്ട് ഏതാ? ലാസ്റ്റ് ആപ്പിൾ വരുന്ന ഒരു ഫ്രൂട്ട്. ഈ തലയിൽ കിരീടമൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറയും. കിരീടമൊക്കെയോ? എന്ത് ഫ്രൂട്ടാ? ഈ ഒരു മഞ്ഞ കളറുള്ള ഫ്രൂട്ട് ഓൾറെഡി പറഞ്ഞല്ലോ, അപ്പൊ എനിക്ക് പിടികിട്ടി. പൈനാപ്പിൾ അല്ലേ? സ്റ്റാർ ഫ്രൂട്ട്. ഓ കറക്റ്റ്. ഗൈസ് അതാണ് എൻ്റെ. അതാണ് ഞാൻ പറഞ്ഞത്. വാട്ടർമെലൺ. ഇതാണ് ചെറിയാണോ അത്? എന്താ മനസ്സിലായില്ല. നമ്മളിങ്ങനെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കുടിക്കും. സ്ട്രോബെറി. ഓക്കെ, ഇത് ഇച്ചിരി ടഫ്. ഇത് ഇച്ചിരി ആലോചിച്ചാലേ കിട്ടുള്ളൂ. കലണ്ടറോ? കലണ്ടർ അതിന്റെ അകത്തുള്ളത് എന്താ? കലണ്ടറിന്റെ അകത്തുള്ളതോ? കലണ്ടറിന്റെ അകത്ത് കലണ്ടറിൽ എന്താ എഴുതാറ്? ഡേറ്റ്. അതൊരു ഫ്രൂട്ടാണ്. ഡേറ്റോ? ഡേറ്റ്സോ? ഓ, ഇടപെടത്തിന്. അപ്പൊ മീക്കുട്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ക്രിസ്മസ് വിഷ് പറഞ്ഞേ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ മിയക്കുട്ടി ഇനിയും കുറെ മിയക്കുട്ടിയുടെ ഡ്രീമൊക്കെ അച്ചീവ് ചെയ്ത് കുറേ നല്ല വലിയ സിംഗറായി ഇഷ്ടം പോലെ സ്ഥലത്തൊക്കെ മിയക്കുട്ടിയുടെ ഡ്രീമായിട്ടുള്ള അമേരിക്കയിലും ഒക്കെ എത്തി ഷോ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ താങ്ക് യു ഫോർ കമ്മിങ്. മിയക്കുട്ടിയെ കണ്ടതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളുടെ വീട്ടിലുള്ള ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും മിയക്കുട്ടീനെ ഭയങ്കര ഇഷ്ടം. അത് ഒന്നാമത്തെ കാര്യം. എൻ്റെ അച്ചാച്ചനും അമ്മാമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. സോ വന്നതിന് താങ്ക് യു. സോ ദിസ് ഇസ് അലോക സൈനിങ് ഔട്ട്. ബൈ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.